ഒന്നിനൊന്നിനും മെച്ചം എന്ന് പറയാം. എനിക്ക് അയ്യോ ഇതിപ്പോൾ തീർന്നു പോവോ എന്നുള്ള ഒരു തോന്നലൊന്നും വരില്ല. നമുക്കത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നും. മനോഹരമായിട്ടുള്ള ഒരു സിനിമ കണ്ടു, ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. ഇതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വരുന്നത്, ഷിഹാബ്, വിഷ്ണു. നിങ്ങൾ കണ്ടിരുന്നോ? അപ്പോൾ എന്തായാലും കാണും. അപ്പോൾ ഈ മൂവി നമുക്ക് ഒരിക്കലും ഒരു ബോറോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. വളരെ മനോഹരമായ ആക്ടിങ്ങും അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ ഒരിക്കലും ബോറടിക്കാത്ത ഒരു പാർട്ടുകളാണ് എല്ലാം. അതായത് ഒന്നിനൊന്നിനും മെച്ചം എന്ന് പറയാം. എനിക്ക് ആക്ച്വലി ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ആദ്യം ഫസ്റ്റ് വണ്ണാണ്. പല സ്റ്റോറീസ് ആണെങ്കിലും നമുക്ക് എന്താ പറയുക, അത് ഒരു അയ്യോ ഇതിപ്പോൾ തീർന്നു പോവോ എന്നുള്ള ഒരു തോന്നലൊന്നും വരില്ല. നമുക്കത് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നും. അതുപോലെ തന്നെ എല്ലാവരുടെ ആക്ടിങ് എടുത്തു പറയണം. ഓരോരോ വ്യക്തികളും അതിൽ ആക്ട് ചെയ്തേക്കുന്ന വളരെ മനോഹരമായിട്ടാണ്. പലരും ചിലവരൊക്കെ പുതുമുഖങ്ങളാണെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് തോന്നുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ല. എല്ലാവരും നന്നായി ആക്ട് ചെയ്തിട്ടുണ്ട്. മനോരമ മാക്സിൽ ആണ് റിലീസ് എന്ന് പറയുന്നത്, തിയേറ്റർ റിലീസല്ല. നിങ്ങളെല്ലാവരും കാണണമെന്ന് മാത്രമാണ് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും. താങ്ക് യു. നല്ല 4 ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മൂവീസാണ്, ആന്തോളജിയാണ്. അപ്പോൾ 4 സ്റ്റോറീസാണ് ഉള്ളത്. 4ഉം നമ്മുടെ മനുഷ്യന്മാരുടെ ഇന്നറായിട്ടുള്ള വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഇമോഷൻസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. എന്തായാലും കാണാം. ഈ സിനിമകളിൽ ടേക്ക് അവേ ആയിട്ട് തോന്നിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ലൈഫിൽ ഗ്രേറ്റ്ഫുൾ ആവാനും നമ്മുടെ ഇമോഷൻസ്, ഇപ്പോൾ ലാസ്റ്റ് സിനിമ റൂഹ് എന്ന് പറയുന്ന സിനിമയാണെങ്കിൽ ലാസ്റ്റത്തെ ഒരു ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഇമോഷൻസിനെ ഓവർ പവർ ചെയ്യാൻ ഒരു മൊമെൻറ്റിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമ്മൾ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻ മനസ്സിലാക്കി നമ്മൾ തെറ്റിലേക്ക് പോകാണ്ട് നമ്മൾ വിചാരിക്കുന്ന ലൈഫ് നമുക്ക് കിട്ടുമായിരിക്കും. നമ്മൾ ചാടിക്കയറി അപ്പോൾ തോന്നുന്ന കാര്യങ്ങളിൽ റിയാക്ട് ചെയ്ത് നമ്മുടെ ലൈഫിൻ്റെ ആ ഗ്രേറ്റ്ഫുൾനെസ് കളയരുതെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അപ്പോൾ എല്ലാവരും കാണാം. ഫാമിലി ഓഡിയൻസ് ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലൊക്കെ സിനിമ ഇഷ്ടമാവും. കാരണം നല്ല 4 സിനിമകൾ. ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമ കണ്ടു, ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്നാണ് സിനിമയുടെ പേര്. ഇത് പട്ടാമ്പിയിലുള്ള എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ചേർന്നെടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള സിനിമയാണ്. 4 സിനിമകൾ കൂടിയിട്ടുള്ള ഒരു സിനിമ. ഓരോ സിനിമയും മനുഷ്യരുടെ ഹൃദയങ്ങൾ തൊടുന്ന രീതിയിലാണ് അവരത് കൊണ്ടുവന്നിട്ടുള്ളത് സിനിമയിലേക്ക്. നമ്മുടെ നിത്യജീവിതത്തിലൊക്കെ വളരെ നിസ്സാരമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കുന്ന പല ജീവിത മുഹൂർത്തങ്ങളെയും വളരെ ക്രിയാത്മകമായും വളരെ സർഗാത്മകമായും കലാപരമായിട്ടുമാണ് അവർ സ്ക്രീനിലേക്ക് അത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത സത്യത്തിൽ ഈ സിനിമ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും. 4 സിനിമയിലുള്ള ഓരോ സിനിമയും മനുഷ്യരുടെ ഹൃദയം തൊടുന്ന സിനിമകളാണ്. അത് നമുക്ക് സിനിമ നേരിട്ട് കാണുമ്പോൾ അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്നതാണ്. പല സിനിമകളും നമ്മൾ ഭയങ്കര ഇമോഷണലായി പോകും, വല്ലാതെ ഇമോഷണലായി പോകുന്ന സിനിമകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഇന്ന് നമ്മുടെ ഈ ഒരു വർത്തമാനകാലത്ത് സംഭവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അത് കൂടുതൽ ആളുകൾ കാണുക എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിന് അവരുടെ സിനിമ നല്ല രീതിയിൽ ആളുകൾ കാണണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റും കൂടിയാണ്. ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളിത് കാണണം. മനോരമ മാക്സിൽ അടുത്ത 21-ാം തീയതി മുതൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണുക. ഓഫ് ലൈഫ് എന്ന മൂവിയിൽ പേര് പോലെ തന്നെ ലൈഫിൽ ഓരോ കാര്യങ്ങളും വളരെ നന്നായി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 4 മൂവിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഓരോന്നും വളരെ നന്നായിട്ട് ഒരു ഫാമിലി ഓഡിയൻസിന് പറ്റിയൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും ഫീൽ ഗുഡ് മൂവി. പിന്നെ ഈ മൂവിയിലേക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇതിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വരുന്നത്, ഷിഹാബ്, വിഷ്ണു. അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും കാണാം. വരും ദിവസങ്ങൾ ഇത് OTT റിലീസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യാം. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവിയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വർക്ക് ചെയ്യുന്ന വിഷ്ണുവാണ് എൻ്റെ പ്രൊഡ്യൂസർ. പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ ഇവിടെ ഓരോരുത്തരുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂവിയാണ്. ഇത് മനോരമ മാക്സിലാണ് റിലീസ്, OTT റിലീസാണ്. എല്ലാവരും ഉറപ്പായിട്ട് കാണണം. എല്ലാ ജനറേഷനും കാണാൻ പറ്റിയ ഒരു മൂവിയാണ്. ഫാമിലി മാത്രമല്ല, എല്ലാവർക്കും കാണാൻ പറ്റിയ മൂവിയാണ്. കുറച്ച് ചില സ്റ്റോറിയൊക്കെ കുറച്ച് ഇമോഷണലി നമ്മളുമായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്ന തരത്തിലുള്ള ഒരു കഥയാണ്. നമ്മുടെ ഷെയ്ഡ്സ് ഓഫ് ലൈഫ് മൂവിയുടെ പ്രിവ്യൂ കഴിഞ്ഞു മനോരമ മാക്സിൽ ഈ മാസം 21-ാം തീയതി. 21-ാം തീയതിയാണ്. അപ്പോൾ എങ്ങനെയാ റൂഹ് അതിലൊരു ഭാഗം ചെയ്ത ഒരാളാണ് റൂഹ് എന്നുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട
രണ്ട് ഭാഗത്തിലെ ഒന്നാണ് റൂഹ് എന്നുള്ളത്. പിന്നെ ആ തമിഴ് ഏതാ വെയിലോ നന്നായിട്ടുണ്ടായിരുന്നു. പാമ്പുകയറും കള്ളരും അടിപൊളിയാണ്, 4 അടിപൊളിയാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് റൂഹ് ഭയങ്കര ഇഷ്ടം. അതിനു വേണ്ടി ഭാസ്കരൻ നടത്തിയ ഒരു ചെറിയ ഒരു മേക്ക് ഓവറും ഇവരുടെ പെയറും ഇപ്പോൾ എല്ലാവരും കാണണം. നല്ലൊരു ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള 4 സ്റ്റോറീസാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫിൻ്റെ. എന്താ ഭാസ്കരൻ എന്ന് പറയുന്നത്? നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. കണ്ടവർക്കെല്ലാം നല്ല അഭിപ്രായമുണ്ട്, വളരെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത് OTT തന്നെ കാണും. വളരെ സന്തോഷം. Hi, I came to watch Shades of Life movie. It's an anthology movie consisting of four stories. 4 stories are different they have different storylines, and they depict each situation in life, starting from a very lighter situation to a dark, deep emotional one. Like all different types of emotions at different intensity levels are covered in 4 different stories. I would like all of you guys to watch it and support the film. You can watch it on Manorama Max from 21st of this month. Thank you. നമ്മൾ ഫിലിം കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ആ പടത്തിൻ്റെ പേര് പോലെ തന്നെയാണ് ഷെയ്ഡ്സ് ഓഫ് ലൈഫ്. നമ്മളെ ലൈഫിൽ നമ്മൾ കണ്ടുവരുന്നത്, കണ്ട് അനുഭവിച്ചിട്ടുള്ളതും കുറേ കഥാപാത്രങ്ങളും ആ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ നല്ല നല്ല സീൻസും ഈ പടത്തിലുണ്ട്. 4 ഫേസാണുള്ളത്, 4 സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. അതിലെനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഫസ്റ്റ് വണ്ണും ലാസ്റ്റ് വണ്ണും, കളവും റൂഹും. ലാസ്റ്റ് വണ്ണ് കുറച്ചും കൂടെ എന്താ പറയുക, ഒരു നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരു സീൻസും അതിൽ അഭിനയിച്ചിട്ടുള്ള നല്ല ഗംഭീരമായിട്ട് അവർ റോൾസ് എന്തായാലും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആർക്കും ബോറടിക്കില്ല, കണ്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു പടമാണ്. എല്ലാ ഏജ് ഗ്രൂപ്പിലും കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പടം തന്നെയാണ്. എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ്. OTT റിലീസ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കാണുക, അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഷെയ്ഡ്സ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഒരു ചെറിയ മൂവിയാണ്. 4 ചെറിയ കഥകൾ ചേർന്നിട്ടുള്ള കണ്ടന്റ് കൊണ്ട് സമ്പന്നമായിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇതിൽ 4 കഥകളിലും ബേസിക്കായിട്ട് പറയുന്ന ഒരു ഇമോഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിളാണ്. പക്ഷേ വ്യത്യസ്ത സാഹചര്യങ്ങളാണ് മാത്രം. അപ്പോൾ പലതിനും പല ഇമോഷൻസ് ആയിരുന്നു. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം.